ഹലോ! എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം. അപ്പൊ ഇന്ന് തലയിൽ തേക്കുന്ന നല്ലൊരു ഹോം റെമഡി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ സിമ്പിളായിട്ട് നമ്മുടെ മുടി നല്ല സ്മൂത്തായി സിൽക്കി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്ന നല്ലൊരു ഹോം റെമഡിയാണ്. താരം പോവാനും മുടി കൊഴിച്ചിലിനും ഇത് ബെസ്റ്റാണ് ട്ടോ. കൂടാതെ സ്പ്ലിറ്റ് എൻഡ്സ്, ഡ്രൈനെസ്സ് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി നോക്കൂ. ആഴ്ചയിൽ ഒരു ദിവസം ട്രൈ ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് ആഴ്ചയിൽ എല്ലാ ദിവസവും ചെയ്യണം തോന്നും. അപ്പോൾ ഇതാ ഒരു റോബസ്റ്റ് പഴം എടുത്തിട്ടുണ്ട്, 2 ചെമ്പരത്തിപ്പൂവ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു അലോവേര എടുത്തിട്ടുണ്ട്. അത് നടു മുറിച്ചിട്ട് അതിൻ്റെ സൈഡൊക്കെ ചെത്തി മഞ്ഞക്കറ പോകാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. റോബസ്റ്റ് പഴം എടുക്കുമ്പോൾ നല്ലോണം പഴുത്ത റോബസ്റ്റ് പഴം എടുത്തോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ അലോവേര സൈഡൊക്കെ നന്നായിട്ടൊന്ന് ഉരച്ച് കഴുകി കൊടുക്കുക. ആ മഞ്ഞക്കറൊക്കെ പെട്ടെന്ന് പോയി കിട്ടും കേട്ടോ. മഞ്ഞക്കറ പോവാതെ നമ്മൾ തലയിൽ തേക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് സ്കിന്നിൽ ചൊറിച്ചിലുണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് മഞ്ഞക്കറയൊക്കെ കളഞ്ഞ് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ഇതേപോലെ നമുക്കതിൻ്റെ ജെല്ലെടുക്കാം. അപ്പോൾ സ്പൂൺ കൊണ്ട് എടുക്കുകയാണെങ്കിൽ ഏറ്റവും എളുപ്പം. ഇതിപ്പോൾ ഏട്ടനൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ ഞാൻ എന്തായാലും ഇത് വീഡിയോ എടുക്കണില്ല എന്ന് വെച്ചതാണ്. അപ്പോൾ എന്തായാലും ഞാൻ തലയിൽ തേക്കുന്നതല്ല. അപ്പോൾ എന്തായാലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ മടി പിടിച്ചിട്ട് ചെയ്യാണ് കേട്ടോ. മടി പിടിച്ചാലും ഞാൻ എൻ്റെ ഹെയർ കെയർ എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യും എന്തേലൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഇത് കത്തി കൊണ്ട് തന്നെ ഞാൻ എൻ്റെ അലോവേര എടുത്തു കേട്ടോ. ഇത് ഏട്ടൻ കണ്ടു കഴിഞ്ഞാൽ എന്നെ ചീത്ത പറയും. "അനക്കൊരു സ്പൂൺ കൊണ്ട് എടുക്കാറുന്നില്ലേ" എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഇതാ അലോവേരയും നമ്മുടെ പഴവും നമ്മുടെ റോബസ്റ്റിൻ്റെ പഴം കേട്ടോ, ചെമ്പരത്തി പൂവും എടുത്തിട്ട് നമ്മുടെ മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചു കൊടുക്കുക. നല്ല സോഫ്റ്റായി സിൽക്കി ആയിട്ട് നമുക്കത് കിട്ടും കേട്ടോ. അപ്പോൾ അലോവേര ഇതേപോലെ ഒന്ന് ചെറുതാക്കി മുറിച്ചിട്ട് കഴിഞ്ഞാൽ അരച്ചെടുക്കാൻ നമുക്ക് കുറച്ചും കൂടി എളുപ്പം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് അലോവേര കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഇത് ആഴ്ചയിൽ ഒരു ദിവസം തന്നെ ചെയ്താൽ മതി കേട്ടോ. 2 ദിവസം ചെയ്താലും ഒരു കുഴപ്പമില്ല. 3 ദിവസം ചെയ്യേണ്ട ആവശ്യമില്ല. 2 ദിവസം ചെയ്യുമ്പോൾ തന്നെ ഒരു ദിവസം ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മുടി നല്ല സോഫ്റ്റായി കിട്ടും. 2 ദിവസം ചെയ്യുകയാണെങ്കിൽ എക്സ്ട്രീം സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ. ഈ ഒരു ഹെയർ പാക്ക് നിങ്ങളുടെ തലയിൽ മാത്രമല്ല കേട്ടോ, മുടിയിലും നിങ്ങൾക്ക് തേക്കാം. ഇപ്പോൾ എനിക്ക് എന്തായാലും എമൗണ്ട് കുറച്ചേ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു സങ്കടമുണ്ട്. റോബസ്റ്റ് പഴം നല്ലോണം പഴുത്തത് ഒരെണ്ണേ ഉണ്ടായുള്ളൂ. അല്ലെങ്കിൽ ഞാൻ 2 എടുത്തിട്ട് ചെമ്പരത്തിപ്പൂ ഒരു 2 എടുത്തിട്ട് അലോവേര ഒരു 2 എടുത്തിട്ട് ഇത്തിരി തോനെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ കുറച്ച് തോനെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഇരട്ടിക്ക് ഇരട്ടിക്ക് എടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ആ പേസ്റ്റ് അരച്ചത് ഒരു നല്ല വൃത്തിയുള്ള ഒരു തുണിയിലേക്ക് മാറ്റുക. ഷാളിൻ്റെ കഷ്ണമൊക്കെ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ സത്ത് മാത്രം കിട്ടാവുന്ന രൂപത്തിൽ കിട്ടും കേട്ടോ. തോർത്തൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ വേസ്റ്റ് അതിൻ്റെ ഇടയിൽ കൂടെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല വൃത്തിയുള്ള ഒരു ഷിഫോണിൻ്റെ ഒരു തുണി എടുത്തിട്ട് ഇതേപോലെ നമ്മൾ അരച്ചെടുത്തുള്ള പേസ്റ്റ് അതിലേക്ക് ഇട്ടിട്ട് കൈകൊണ്ട് ഇതേപോലെ പിഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ സത്ത് മാത്രമായിട്ട് നമുക്ക് കിട്ടും. അത് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല കൊതി തോന്നും കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ലൊരു മണമൊക്കെയാണ്. അലോവേരയും ചെമ്പരത്തി പൂവും നമ്മുടെ പഴവും. അപ്പോൾ 3 നമുക്ക് കഴിക്കാൻ പറ്റണ തന്നെയാണ്. പക്ഷെ കഴിക്കണമൊന്നുമില്ല. ഞാൻ എന്തായാലും തലയിൽ തേക്കാൻ പോവുകയാണ് കേട്ടോ. അങ്ങനെ ദാ നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ ചെയ്താൽ മതി. ഞാൻ വീണ്ടും പറയുകയാണ്, താരൻ പോവാനും മുടി കൊഴിച്ചിൽ മാറാനും നമ്മുടെ മുടി നല്ല സോഫ്റ്റായി കെടുക്കാനും സ്പ്ലിറ്റ് എൻഡ്സ് ആയ മുടി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് അവിടെ വെച്ച് കട്ട് ചെയ്യാനേ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ ഡ്രൈ ആയിട്ട് ഇങ്ങനെ ഫ്രിസി ആയിട്ട് ഇരിക്കുന്ന ഹെയർ സ്പ്ലിറ്റ് എൻഡ്സിലേക്ക് പോവാതിരിക്കാൻ ഈ ഒരു ഹെയർ പാക്ക് നമ്മളെ സഹായിക്കും. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഹെയർ പാക്കാണ്. ജെൻസിനും ഉപയോഗിക്കാം. ജെൻസിൻ്റെ തലയിൽ നന്നായിട്ട് ഇങ്ങനെ താരൻ നന്നായിട്ട് ഉള്ള ഒരു അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ ആ ഡെഡ് സെല്ലൊക്കെ കളഞ്ഞ് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്കാൾപ്പ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ നിങ്ങളത് ചെയ്ത് നോക്കി നോക്കൂ. സിമൻറ്റ് പണിക്ക് പോകുന്ന ചേച്ചിമാർ ചേട്ടന്മാരൊക്കെ ഉണ്ടെങ്കിൽ നല്ലോണം എണ്ണ കുളുക്കനിട്ടിട്ട് ഈ ഒരു ഹെയർ പാക്ക് ഇട്ടിട്ട് ഒരു 10-20 മിനിറ്റ് നേരം ഇരുന്നിട്ട് പാരഫിനൊന്നും ഇല്ലാത്ത നോർമൽ ഷാമ്പൂ ഉപയോഗിച്ചിട്ട് തല ഒന്ന് വാഷ് ചെയ്ത് കളഞ്ഞു നോക്കൂ കേട്ടോ. അടിപൊളിയായിരിക്കും. ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങളുടെ മുടി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് നമ്മൾ തലയിൽ തേക്കുന്നതിന് മുന്നേ ആയിട്ട് മുടിയൊക്കെ നല്ല വൃത്തിയായി ചീകി വൃത്തിയാക്കിയിട്ട് തലയുടെ ഓട്ടിലും മുടിയിലും എണ്ണയൊക്കെ തൊട്ട് പുരട്ടി ഒരു 10-20 മിനിറ്റ് ഇരുന്നതിന് ശേഷം മാത്രമാണ് നമ്മുടെ ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾ തലയിൽ തേക്കേണ്ടുള്ളൂ കേട്ടോ. എന്നിട്ട് നമുക്ക് നോർമൽ പച്ചവെള്ളത്തിൽ തന്നെ വാഷ് ചെയ്ത് കളയാം. നിങ്ങൾ വല്ല ഫംഗ്ഷനൊക്കെ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ തലേ ദിവസം നമുക്ക് ഈ ഒരു ഹെയർ പാക്ക് ഇട്ടിട്ട് ഷാമ്പു യൂസ് ചെയ്യുകയാണെങ്കിൽ ഷാമ്പു വെള്ളത്തിൽ കലക്കിയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടി നല്ല ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും നല്ല ഒതുങ്ങി കിടക്കും. അതായത് മുടി നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഒരുപാട് ഫ്രിസി ഹെയറാണ്, നമുക്ക് ഒട്ടും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത ഹെയറൊക്കെ ആണെങ്കിൽ ഈ ഒരു ഹെയർ പാക്ക് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ സ്കാൾപ്പൊക്കെ ഭയങ്കര ഡ്രൈ ആണ്, ഇങ്ങനെ ചുളിഞ്ഞ് ചുളിഞ്ഞ് പോയിട്ട് ഒരു ഒരു കാണുമ്പോൾ തന്നെ ഒരു തിളക്കില്ലാത്ത പോലെ അവസ്ഥയൊക്കെ ആണെങ്കിൽ ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. നല്ല റിസൾട്ടാണ് കിട്ടുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.
അപ്പോൾ മുടിയുടെ എൻഡിലോട്ടൊക്കെ നന്നായി തേച്ച് കൊടുക്കുക. പതിയെ തേച്ചാൽ മതി. ഒരുപാട് അമർത്തി തേക്കേണ്ട ആവശ്യമൊന്നുമില്ല. തലയുടെ ഓട്ടിൽ തേച്ചതിന് ശേഷം ബാക്കിയുള്ള എമൗണ്ട് നമുക്ക് മുടിയിലേക്കും നമ്മുടെ എവിടേക്കാണോ ഡ്രൈനെസ് നമുക്ക് കൂടുതലായിട്ട് ഫീൽ ചെയ്യണമെന്ന് വെച്ചാൽ അവിടേക്കൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു. അടുത്ത വീഡിയോയിൽ നമുക്ക് ഉഷാറായിട്ട് കാണാം കേട്ടോ. നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരാം.